ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന താറാവ് കറിയുടെ വീഡിയോ ആണ്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. താറാവ് കട്ട് ചെയ്യുന്ന ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അമ്മച്ചിയാണ്. അപ്പം ഞാനിത് കുറച്ച് വീഡിയോ ഞാൻ എടുത്തതിന് ശേഷം എൻ്റെ നാത്തൂനോട് പറഞ്ഞ്, അപ്പം ബാക്കി അനുചേച്ചിയാണ് വീഡിയോ എല്ലാം എനിക്ക് വേണ്ടി ചെയ്തത്. ഇപ്പം 10 സവോളയാണ് ഇങ്ങനെ അരിഞ്ഞിരിക്കുന്നത്. പച്ചമുളക് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന 2 കിലോ താറാവാണ്. 2 വലിയ താറാവായിരുന്നു. അപ്പോൾ 2 കിലോളം ഉണ്ട്. ഇവിടെ പച്ചമുളകാണ് ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിൽ പച്ചമുളകാണ് ഇടുന്നത്. അത് 20 പച്ചമുളകോളം ഉണ്ട്. അത് എരിവനുസരിച്ച് വേണം കേട്ടോ. എരിവ് കുറവാണെങ്കിൽ കൂടുതലിട്ടോ, കൂടുതലാണെങ്കിൽ കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളി. ഇത് 100 ഗ്രാം ഇഞ്ചി 100 ഗ്രാം വെളുത്തുള്ളിയും മിക്സിയിലടിച്ച് പേസ്റ്റാക്കിയതാണ്. പിന്നെ നമുക്ക് സവോളയിൽ ചേർക്കാൻ വേണ്ടി, സവോള വഴറ്റുമ്പോൾ ചേർക്കാൻ വേണ്ടി കുറച്ച് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേറെ ഉണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് സവോള വഴറ്റുമ്പോൾ ചേർക്കാം. ഇത് നമുക്ക് കുക്കറിൽ ചേർക്കാനാണ്. കുക്കറിൽ നമ്മൾ ഇത് താറാവ് വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ് ഇനി. അപ്പം അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ, അപ്പോൾ അത് ചേർക്കുക. പിന്നെ ചെറിയുള്ളിയാണ്. ഒരു പിടി ചെറിയുള്ളി നമുക്ക് കുക്കറിൽ ഒരു പിടിയാണ് ഇടുന്നത്. അതും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. താറാവ് എന്താ കുക്കറിൽ വെക്കുന്നത് വെച്ചാൽ അത് ഇച്ചിരി വേവ് കൂടുതലാണ്. അതുകൊണ്ടാണ് കുക്കറിൽ നമ്മൾ വെക്കുന്നത്. കുക്കറിൽ നമുക്കൊരു 2 വിസിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ 2 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ചീനച്ചട്ടിയിലിട്ട് വഴറ്റുവാണെങ്കിൽ കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് താറാവിൻ്റെ മസാല റെഡിയാക്കണം. അപ്പോൾ അത് നമ്മൾ സവോളയും പച്ചമുളകും നമ്മൾ ഇട്ടല്ലോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കാണിച്ചില്ലായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും മാറ്റി വെച്ചത്, അതും കൂടെ ഇങ്ങനെ അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്യുക. പിന്നെ തക്കാളി ഞാൻ നേരത്തെ കാണിച്ചല്ലോ, 3 തക്കാളി, അത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇത് സമയമാകുമ്പോൾ ഞാൻ കാണിക്കാം എപ്പോഴാണ് ഇടുന്നതെന്നുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് അമ്മച്ച് കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഗരം മസാലയുടെ മിക്സ് കാണിച്ചു തരാം. അതിപ്പോൾ വരുന്നുണ്ട് വീഡിയോയിൽ എന്തൊക്കെയാണ് മസാലകൾ ഇതിന് ഉപയോഗിക്കുന്നുള്ളത്. അപ്പം ഇതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് താറാവ് നല്ലതായിട്ട് കഴുകി വെച്ചത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി ഗരം മസാല ചേർക്കണം. അപ്പോൾ നമുക്ക് ഗരം മസാല എന്തൊക്കെയാണ് ഈ താറാവിന് വേണ്ടതുള്ളത് കാണിച്ചു തരാം. 1.5 സ്പൂൺ ഇട്ടോ. 1.5 സ്പൂൺ കുരുമുളക്, 1.5 സ്പൂൺ പെരിഞ്ചീരകം. 10 എണ്ണം ഉണ്ടോ? 7 ഏലക്ക. ഇനി നമുക്കിത് പൊടിച്ച മസാല കുറച്ച് താറാവ് കുക്കറിൽ വേവിക്കാൻ വെച്ചില്ല അതിലേക്കും കുറച്ച് ചേർക്കണം. പിന്നെ മസാല ഉണ്ടാക്കുന്ന അതിലും ചേർക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ആ താറാവ് വേവിക്കാൻ വെച്ചതിൽ ഇല കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സർവ്വസുഗന്ധിയുടെ ഇലയാണ്. ഇനി നമുക്ക് താറാവിൻ്റെ മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിപ്പൊടിയാണ് ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് അമ്മച്ചി പറയുന്നുണ്ട്. 5 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ ഗരം മസാല. എല്ലാത്തിനും ഇട്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ മസാല എടുക്കുന്നത് താറാവിൻ്റെ കിലോ അനുസരിച്ച് വേണം. ഇപ്പം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന 2 വലിയ താറാവാണ്. അപ്പോൾ അതൊരു 2 കിലോളം ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള മസാലയാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന അളവ്, അതനുസരിച്ചാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം അമ്മച്ചി ഇച്ചിരി വെള്ളത്തിൽ ചാലിച്ചാണ് മിക്സ് ചെയ്യുന്നത്. ഈ റെസിപ്പി അമ്മച്ചിക്ക് പറഞ്ഞു കൊടുത്തത് എൻ്റെ പപ്പയുടെ മൂത്ത സിസ്റ്ററാണ്. അപ്പം തുളസിയമ്മച്ചിയുടെ താറാവ് കറി എന്ന് എപ്പോഴും അമ്മച്ചി പറയുന്നത് ഇതുണ്ടാക്കുമ്പോൾ. അപ്പം തുളസിയമ്മച്ചിക്ക് ഇപ്പോൾ 100 വയസ്സാണ്. അപ്പോൾ തുളസിയമ്മച്ചി പണ്ട് കൈനഗിരിയിൽ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്ന താറാവ് കറിയാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് ഞങ്ങളൊക്കെ കൈനഗിരി ചെല്ലുമ്പോൾ ഈ താറാവ് കറി കഴിക്കാൻ വേണ്ടി തന്നെ ചെല്ലുന്ന സമയങ്ങളുണ്ടായിരുന്നു ഒരു കാലത്ത്. ഭയങ്കര ടേസ്റ്റായി താറാവ് കറി. അപ്പം അമ്മച്ചിക്ക് അങ്ങനെ ഈ റെസിപ്പി തുളസിയമ്മച്ചി പറഞ്ഞു കൊടുത്തതാണ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള താറാവ് കറിയാണ്.
പിന്നെ നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്തും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തായിരുന്നു. അത് കഴിഞ്ഞ് അത് ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മസാലയാണ് ഇപ്പോൾ ചേർക്കുന്നത്. മല്ലിപ്പൊടിയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതാണ് ചേർത്തിരിക്കുന്നത്. അതും ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. മസാല ഇട്ട് നല്ലപോലെ നമുക്ക് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഒരു പിടി കശുവണ്ടി കുറച്ച് വെള്ളത്തിൽ ഇട്ട് കുറച്ച് നേരം കുതിർത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ പേസ്റ്റാക്കി ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പം ഈ കശുവണ്ടിയുടെ പേസ്റ്റ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കറിക്കൊരു കൊഴുപ്പും നല്ലൊരു രുചിയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് കാഷ്നട്ട് പേസ്റ്റ് ചേർത്തിരിക്കുന്നത്. അതും ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച 3 തക്കാളിയില്ലേ, അത് ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ചേർക്കുന്നതിൻ്റെ വീഡിയോ വന്നിട്ടില്ല. അത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ നമ്മൾ ചേർക്കുന്നത് വന്നില്ല കേട്ടോ. ഇപ്പം ഇതിൻ്റെ മച്ചി ഒരു 3 ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തതാ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം. അത് കഴിയുമ്പോൾ നമ്മുടെ കുക്കറിൽ വെന്ത താറാവ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് മാറ്റാം. താറാവ് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഗ്രേവിക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു 3 കപ്പ് രണ്ടാം പാലാണ് ആദ്യം ചേർക്കേണ്ടത്. അത് തേങ്ങാപ്പാലിലിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഓൾറെഡി വെന്തിരിക്കുന്നതാണ്, അതുകൊണ്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു കപ്പ് തിക്ക് കോക്കനട്ട് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പം നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് വീഡിയോസ് ലാസ്റ്റ് ആയപ്പോൾ മൊബൈലിൽ ചാർജ് തീർന്നുകൊണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. അപ്പം ഇപ്പോൾ ഇത് രണ്ടാം പാലാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഇത് വെന്ത് ഒരു 10 മിനിറ്റിന് ശേഷം മാത്രം ലാസ്റ്റ് നിങ്ങൾ 1-ാം പാൽ ചേർക്കുക. നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ വീഡിയോ വരാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു താറാവ് കറിയാണ്. അപ്പം ഇത് ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ഊണാണ്. അപ്പം ഞാൻ കഴിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.